കൂട്ടുകാരെ ആൻഡ്രോ ക്രിയേഷൻസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫോണിലുള്ള ബാറ്ററിയുടെ ലൈഫ് കൂട്ടുന്നതിന് വേണ്ടി നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ചെയ്തു വെക്കേണ്ട ഒരു മർമ്മപ്രധാനമായിട്ടുള്ള ഒരു സെറ്റിംഗ്സിനെ കുറിച്ചാണ്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ആയിട്ട് തന്നെ ഒരു ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് തന്നെ ഇട്ട ഒരു കാര്യമാണ്. നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി 100% ചാർജ് ചെയ്യുന്നത് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിയുടെ ലൈഫിനെ പ്രതികൂലമായി ബാധിക്കും, പെട്ടെന്ന് കംപ്ലൈൻറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത് ഓൾറെഡി പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് 90 മുതൽ 95% വരെ മാത്രമേ ഫോണിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യാവൂ. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണെങ്കിൽ 90% വരെ മാത്രമേ ചാർജ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ബാറ്ററിയുടെ ലൈഫിനെ നല്ല രീതിയിൽ തന്നെ അത് ഗുണകരമായി മാറും എന്നുള്ളതാണ്. നമ്മൾ ഫോണിൽ ചാർജ് കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ 90 ആയിട്ടുണ്ടോ 95 ആയിട്ടുണ്ടോ എന്നുള്ളത് എപ്പോഴും വന്ന് നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ നിങ്ങൾക്ക് അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഫോണിൽ തന്നെ അങ്ങനെ ഒരു സെറ്റിംഗ്സ് ഉണ്ട്. നമ്മൾ എത്രയാണോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, എത്ര പെർസെൻറ്റേജ് വരെയാണോ ചാർജ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതിലാകുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് കട്ടാവുന്നതിനുള്ള ഒരു സെറ്റിംഗ്സ് നമ്മുടെ ഫോണിലുണ്ട്. അത് നിങ്ങൾ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാത്രം മതി, നിങ്ങൾ വേറെ ഒന്നും തന്നെ നോക്കേണ്ട ആവശ്യമില്ല. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ സാംസങ് ഫോണുകളെ കുറിച്ചാണ് പറയുന്നത്. സാംസങ് ഫോണിൽ ഈ ഒരു സെറ്റിംഗ്സ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്. വരും ദിനങ്ങളിൽ മറ്റ് ഫോണുകളുടെ സെറ്റിംഗ്സും ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിലോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ മോഡൽ അനുസരിച്ചുള്ള സെറ്റിംഗ്സ് ഞങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. ചില ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു സെറ്റിംഗ്സ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് സേഫ് അല്ലാത്തത് കൊണ്ട് തന്നെ ഫോണിൻ്റെ സെറ്റിംഗ്സ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, അപ്പോൾ സാംസങ് ഫോണിൽ എങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അതുപോലെ കൂട്ടുകാരെ, അതിനായിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കുക. ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കിയ ശേഷം നിങ്ങൾ താഴോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ ബാറ്ററി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഒരു ബാറ്ററി എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് ബാറ്ററി പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അത് ഓൺ ആക്കുക. ഓൺ ആക്കിയതിന് ശേഷം ഈ ബാറ്ററി പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ തന്നെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജിലേക്കായിരിക്കും വരുന്നത്. അതിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് കീപ്പിംഗ് യുവർ ഫോൺ അൺടിൽ, അതായത് 100% ചാർജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി ലൈഫിനെ അതിനെ ബാധിക്കും എന്നുള്ളത് ഓൾറെഡി കമ്പനി തന്നെ, ഞാൻ പറയുന്നതല്ല, കമ്പനി തന്നെ ഇതിവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് താഴെ കാണുന്ന ഏതെങ്കിലും ഓപ്ഷൻ സ്വീകരിക്കുന്നതാണ് ബെറ്റർ എന്നുള്ളതാണ് ഇവർ കമ്പനി പറയുന്നത്. ഇവിടെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ ബേസിക്, അഡോപ്റ്റീവ്, മാക്സിമം എന്ന് പറഞ്ഞ 3 ഓപ്ഷനും കാണാൻ സാധിക്കും. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഒരു മാക്സിമം എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു മാക്സിമം എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജിലാണോ ബാറ്ററി ചാർജ് കട്ടാവേണ്ടത് അത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ 80 to 95 വരെ ഉണ്ട്. ഇതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്നാണ് കമ്പനി തന്നെ പറയുന്നത്. അതാണ് 95% വരെ. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ 90 വരെ സെറ്റ് ചെയ്യുക. 90 സെറ്റ് ചെയ്ത് നിങ്ങൾ സേവ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അഡാപ്റ്റീവ് സ്വീകരിക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് അഡാപ്റ്റീവ് ആണോ ബേസിക് ആണോ എന്നുള്ളത് തീരുമാനിക്കാം. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ മാക്സിമം എന്ന് പറയുന്നതിൽ 90% സെറ്റ് ചെയ്ത് സേവ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം നിങ്ങൾ ചാർജ് ചെയ്യുമ്പോഴത്തേക്കും 90% ആകുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് കട്ടാവും. 100%ലേക്ക് പോവില്ല. 95 ആണ് സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ 95% പോകും എന്നുള്ളതാണ്. അപ്പോൾ കൂട്ടുകാരെ, വീഡിയോ കണ്ടല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ കൂട്ടുകാരെ, ബൈ.